ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുവാനുണ്ടായ കാരണം സമൂഹ മാധ്യമങ്ങളിൽ PG വർഗീസ് പാസ്റ്ററിന്റെ ഒരു ഡാൻസ് വീഡിയോയെ അതിനെ അപമാനിച്ചുകൊണ്ട് ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നവർ പല നിലവാരത്തിൽ വീഡിയോ ചെയ്യുന്ന കാണുവാനിടയായി. ആ വീഡിയോ കണ്ടതുമൂലം ദൈവമക്കളല്ലാത്ത അനേകർ ആ വീഡിയോ വീണ്ടും ഷെയർ ചെയ്ത് പല നിലവാരത്തിലും വേടന്റെ തുള്ളൽ എന്നൊക്കെ പറഞ്ഞ് പല നിലവാരത്തിൽ അത് വീണ്ടും ഷെയർ ചെയ്യുന്നത് കാണുവാനും ഇടയായി. വളരെ സങ്കടകരമെന്ന് പറയട്ടെ. ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ വളരെ ആവേശപൂർവമാണ് ആ വീഡിയോ ഷെയർ ചെയ്തത്. പലരും സുവിശേഷീകരണ വീഡിയോ ചെയ്യുന്നതിലും താല്പര്യമെടുത്ത് ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യുന്നതായി കാണുന്നു. PG വർഗീസിൻ്റെ എത്രയോ നല്ല പ്രശ്നങ്ങളുണ്ട്, അതൊന്നും ആരും ഷെയർ ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷേ ഈ വീഡിയോ എത്ര താല്പര്യം. ഞാൻ ആ വീഡിയോയെ അല്ലെങ്കിൽ പാസ്റ്റർ PG വർഗീസിൻ്റെ ഡാൻസിനെ ന്യായീകരിക്കാൻ വരുന്നതല്ല. എങ്കിലും എൻ്റെ മനസ്സിലുണ്ടായ ഒരു സംശയം, ഈ ആരാധനയുടെ അളവുകോലിനെ നിശ്ചയിക്കാൻ നമ്മൾ ആരാണ്? നമ്മൾ കൈയടിക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ട് പാടുമ്പോൾ ഡാൻസ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയൊക്കെ ആകാവുള്ളൂ, ഇത്രയൊക്കെ അളവിലേ ആകാവുള്ളൂ എന്നൊക്കെ പറയുവാൻ നമുക്കെന്താണ് അവകാശവും അധികാരവും? ആ ആരാധനയുടെ അളവുകോല് നമുക്ക് ആരാണ് തന്നത്? ഇനി PG വർഗീസ് പാസ്റ്ററെ വേറൊരു ഡാൻസ് നമുക്ക് കണ്ടു നോക്കാം. ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമാണ്. തൻ്റെ ആരാധനയിൽ തൻ്റെ ശരീരം മാക്സിമം ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ശീലം. അതങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുവാൻ നമുക്കെന്താണ് അവകാശം? അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പാട്ട്, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഡാൻസ് അത് അദ്ദേഹം ചെയ്യട്ടെ. ഇത് വിമർശിക്കാൻ നമ്മൾ ആരാണ്? നമുക്ക് മറ്റൊരു വീഡിയോ കണ്ട് ഒരു കുറ്റം കൂടെ ചെയ്യാതെ ഒരേ ഒരു ദൈവം അവർ യേശു மட்டும்தான், அவர் യേശു மட்டும்தான், அவர் യേശു மட்டும்தான், அவர் യേശു மட்டும்தான். ചെയ്യാതെ ഒരേ ഒരു ദൈവം യേശു மட்டும்தான், அவர் യേശു மட்டும்தான், அவர் യേശു மட்டும்தான், அவர் യേശു மட்டும்தான்.
ഈ ഡാൻസും PG വർഗീസ് പാസ്റ്ററുടെ ഡാൻസും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. ഒരാൾ പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്യുന്നു, PG വർഗീസ് പാസ്റ്റർ പാട്ടിനനുസരിച്ചല്ലാതെ നൃത്തം ചെയ്യുന്നു. PG വർഗീസ് പാസ്റ്ററേക്കാൾ കൂടുതലായിട്ട് നൃത്തം ചെയ്തിരുന്നത് ഈ പാട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്ന പാസ്റ്ററല്ലേ? അല്ലെങ്കിൽ ആ ഡാൻസ് ശരിയല്ല, ആ ഡാൻസ് തെറ്റായ നടപടിയാണ് എന്നുണ്ടെങ്കിൽ അതിനെ വിധിക്കാൻ നമ്മളാരാണ്? തെറ്റാണെങ്കിൽ അത് ദൈവം ശിക്ഷിച്ചോളുമല്ലോ, അല്ലെങ്കിൽ ദൈവം നടപടി എടുത്തോളുമല്ലോ. പകരം അദ്ദേഹത്തെ അപമാനിക്കുവാൻ നമുക്കാരാണ് അധികാരം തന്നത്? അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ദൈവം നമ്മളെ ആരെങ്കിലും നിയോഗിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരുടെ മുമ്പ് അദ്ദേഹത്തെ ഒരു അപമാനപാത്രമാക്കി തീർക്കുവാൻ നമ്മെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ദൈവം ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. PG വർഗീസ് സാർ ഡാൻസ് കളിക്കുമ്പോൾ ആ പാട്ടുമായിട്ട് ചേരാത്തൊരു ഡാൻസ് കളിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം. പക്ഷേ അദ്ദേഹത്തെ അപമാനിക്കാനും ആ അപമാനിച്ചത് മൂലം ദൈവനാമം ദുഷിക്കപ്പെടുവാനും ഇടയായില്ലേ? ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവരാണ് വളരെ ആവേശത്തോടു കൂടി എത്രയും പെട്ടെന്ന് എല്ലാവരും കാണണം എന്നുള്ള നിലവാരത്തിൽ ആ വീഡിയോ ഷെയർ ചെയ്യുവാനിടയായത്. അത് വളരെ ലജ്ജാകരമാണ്. ഈ സമൂഹ മാധ്യമം ദൈവമക്കൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്? ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയല്ലേ? ദൈവനാമം ദേശങ്ങളിലേക്കും മറ്റനേരിലേക്കും പകരപ്പെടുവാൻ വേണ്ടിയല്ലേ? അതോ ദൈവനാമം ദുഷിക്കപ്പെടുവാൻ വേണ്ടിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ ആ വീഡിയോ ഷെയർ ചെയ്തത് മൂലം ദൈവനാമത്തിന് മഹത്വമാണോ ഉണ്ടായത്, അതോ ദൈവനാമം ദുഷിക്കപ്പെടുകയാണോ ഉണ്ടായത്? പലരും പല നിലവാരത്തിലും പല അഭിപ്രായങ്ങളും പലരും പറയും. പക്ഷേ നാം ചിന്തിക്കേണ്ടത്, ഈ സമൂഹ മാധ്യമം അല്ലെങ്കിൽ നമുക്കൊരു മൊബൈൽ ഫോൺ ഉള്ളത് ദൈവനാമം ദുഷിക്കപ്പെടുവാനാണോ ദൈവനാമം വിവലപ്പെടുവാൻ വേണ്ടിയാണോ ഉപയോഗിക്കേണ്ടത്? പല നിലവാരത്തിലുള്ള ആരാധനകൾ പലപ്പോഴും പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ നല്ലത് ഷെയർ ചെയ്യുവാണെങ്കിൽ എത്ര നല്ലതായിരിക്കും. അത് ചീത്ത തിരിഞ്ഞ് വളരെ ആവേശത്തോടെ അത് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം? ആ പല നിലവാരത്തിൽ പല പേരുകളിൽ ആ വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടത് മൂലം ദൈവനാമത്തിന് എന്ത് മഹത്വമാണ് ഉണ്ടായത്? നമ്മളിലൂടെ ദൈവനാമം മഹത്വപ്പെടുകയായിരുന്നോ ദുഷിക്കപ്പെടുകയായിരുന്നോ? ഷെയർ ചെയ്ത ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതാണ്. ചിലർ പറയുന്നു ഞങ്ങൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ്, തെറ്റ് തിരുത്താൻ ശ്രമിക്കുകയാണ് എന്ന്. നല്ലതാണ് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതും തിരുത്തുന്നതും. പക്ഷെ അത് സമൂഹ മാധ്യമങ്ങളിലാണോ? ദൈവം അല്ലെങ്കിൽ യേശുവിനെ അറിയാത്തവർ അല്ലെങ്കിൽ മറ്റ് മതസ്ഥർ അവരുടെ മുൻപിൽ ഈ ഡാൻസ് ഇട്ട് കൊടുത്തിട്ട് ആരെ തിരുത്തിക്കാനാണ്? ദൈവനാമം ദുഷിക്കപ്പെടുകയല്ലാതെ ആർക്ക് തിരുത്തലുണ്ടാകാനാണ്? ഈ വീഡിയോ ഇങ്ങനെ നടന്നെന്നറിയാത്ത അനേകരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുത്തിട്ട് എന്ത് തിരുത്തലാണ് വരുത്താൻ ഉദ്ദേശിക്കുന്നത്? ഇതറിയാതെ പലരും പോയേനെ. പക്ഷേ അത് ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരെയും കാണിച്ചിട്ട് ആര് തിരുത്താൻ, എന്ത് തിരുത്തലുണ്ടാകാനാണ്? ആരെങ്കിലും പെന്തക്കോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യഭാഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ കൂടെ തടയുകയല്ലാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു നല്ല വീഡിയോ കൂടെ കണ്ട് അവസാനിപ്പിക്കാം. ആരാധിക്കാൻ മടിയുള്ളവരുടെയും ആരാധിക്കാതിരിക്കുന്നവരുടെ ഇടയിൽ എങ്ങനെയാണ് പിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ചു പോകുന്നതെന്ന് നമുക്കൊന്ന് കാണാം.
ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.